ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ ആതിര. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് ഡോണ്ട് ഫോർഗെറ്റ് ടു പ്രസ് ദ ബെൽ ഐക്കൺ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഇന്നത്തെ ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ഫോറെവർ അലോയ് പീച്ചസ് എന്ന ജ്യൂസിനെ കുറിച്ചിട്ടാണ്. ഇതൊരു ഫുഡ് സപ്ലിമെന്റ് ആണ്. അപ്പം ഇത് ആർക്കൊക്കെ കൺസ്യൂം ചെയ്യാൻ സാധിക്കും, ഇതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ്, എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക, എന്നാൽ മാത്രമേ ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. നാച്ചുറലി സ്റ്റെബിലൈസ്ഡ് അലോവേര ജെൽ 84.5% ആണ് അടങ്ങിയിരിക്കുന്നത്. കൂടാതെ ഇതിൽ പീച്ച് ജ്യൂസും അടങ്ങിയിട്ടുണ്ട്. ഒരു പുളിയും മധുരവും ചേർന്നൊരു ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. കുട്ടികൾക്ക് ഈസി ആയിട്ട് തന്നെ കൺസ്യൂം ചെയ്യുന്നതായിരിക്കും. ഇനി ഇതിന്റെ ഹെൽത്ത് ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ലിവറിനെ ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ നല്ല ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ തന്നെ ഗ്യാസ്, അസിഡിറ്റി, കഫ് ഇതൊക്കെ ഉള്ളവർക്ക്, ഇതേപോലെ വയർ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർക്കും ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ്. കൂടാതെ വയറിനകത്തുള്ള അൾസർ, ഈ അൾസറിനെ നീക്കം ചെയ്തുകൊണ്ട് വയറിനെ നല്ല ക്ലീൻ ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ബോഡീൻ്റെ എനർജി ലെവൽ വർദ്ധിപ്പിക്കാനും നമ്മളെ ബോഡി എപ്പോഴും ഒരു എനർജറ്റിക് ആയിട്ട് വെക്കാനും ഈ ഒരു അലോ പീച്ച് ജ്യൂസ് സഹായിക്കുന്നുണ്ട്. ഇതിലുള്ള വിറ്റാമിൻ എ കണ്ണുകളെ സംരക്ഷിക്കുന്നുണ്ട്. ഇതിനകത്തുള്ള ബിറ്റാ കരോട്ടിൻ കണ്ണുകളുടെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ ഇതിനകത്ത് വിറ്റാമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, പവർഫുൾ ആയിട്ടുള്ള ഒരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇത് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വേണ്ടി സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ കുട്ടികളുടെ മാനസികമായും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്കും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ലങ്സിനെ ക്ലീൻ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മളെ ആസ്മ പോലെയുള്ള അസുഖങ്ങളിൽ നിന്നും ഇത് സംരക്ഷിക്കുന്നുണ്ട്. കൂടാതെ ഹെവി സ്മോക്കിംഗ് ഒക്കെ ചെയ്യുന്നവരുണ്ടെങ്കിൽ അവരുടെ ലങ്സിനും പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ആ പ്രശ്നങ്ങളെ ഒരു പരിധിവരെ തടയാനും ഈ ഒരു ജ്യൂസ് കൺസ്യൂം ചെയ്യുന്നതിലൂടെ സഹായകമാണ്. കൂടാതെ നമ്മളുടെ ശരീരത്തിൽ ആവശ്യമായ ന്യൂട്രിയൻസ് അബ്സോർപ്ഷൻ നടക്കാനും ഈ ഒരു ജ്യൂസ് സഹായിക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ ഇ ബ്രെയിൻ വളർച്ചയ്ക്ക് ഏറ്റവും ബെസ്റ്റാണ്. മെമ്മറി പവർ, കോൺസെൻട്രേഷൻ ഇതൊക്കെ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു ഓപ്ഷനാണ്. ഇതിലടങ്ങിയിരിക്കുന്ന വിറ്റാമിൻസ്, മിനറൽസ് എല്ലാം തന്നെ നമ്മുടെ ഹെയറിനും സ്കിന്നിനും അതുപോലെ തന്നെ നഖത്തിനൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. ഇത് കൺസ്യൂം ചെയ്യുന്നതിലൂടെ നമ്മുടെ സ്കിന്ന്, നമ്മുടെ ബോഡിയൊക്കെ ഒരുപോലെ എന്താ പറയുക, നൗറിഷ് ആയിരിക്കാനും ന്യൂട്രിയൻസ് അബ്സോർപ്ഷനിലൂടെ നമ്മുടെ സ്കിൻ ആൻഡ് ബോഡി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനും ഇത് സഹായിക്കുന്നുണ്ട്. കൂടാതെ ക്യാൻസർ പോലെയുള്ള അസുഖങ്ങളിൽ നിന്നും നമ്മളെ സംരക്ഷിക്കുന്നുണ്ട്. ഹാർട്ട് സംബന്ധമായ അസുഖങ്ങളുള്ളവർക്കും ഹാർട്ടിനെ സംരക്ഷിക്കാനും ഈ ഒരു ജ്യൂസ് ഏറ്റവും ബെസ്റ്റാണ്. പിന്നെ കുട്ടികളുടെ മാനസികമായിട്ടുള്ളതും ശാരീരികമായിട്ടുള്ള വളർച്ചയ്ക്ക് ഇത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളതാണ്. പിന്നെ ഇത് ഒരു 12 വയസ്സ് കഴിഞ്ഞിട്ടുള്ള കുട്ടികൾ കൺസ്യൂം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അതിന് താഴെയുള്ള കുട്ടികൾ കൺസ്യൂം ചെയ്യരുത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെയാണ് പഠനങ്ങൾ പറയുന്നത്. അപ്പോൾ ഇത് ഏതൊരു കുട്ടികൾക്കും അതുപോലെ തന്നെ അതായത് 12 വയസ്സിന് മേലുള്ളവരായിരിക്കണം കുട്ടികൾ. അങ്ങനെയുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അലോവേര പോലത്തെ ജ്യൂസുകൾ. അപ്പം അലോവേര അതുപോലെ തന്നെ പീച്ചസിൻ്റെ ഒരു മിശ്രിതമാണിത്. അപ്പോൾ ഇതൊരു ഫുഡ് സപ്ലിമെൻ്റ് ആണ്, ഏതൊരാൾക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ മുതിർന്നവർക്കാണെങ്കിലും അതുപോലെ തന്നെ 12 വയസ്സിന് മേലുള്ള കുട്ടികളാണെങ്കിലും ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. മെമ്മറി പവർ, കോൺസെൻട്രേഷൻ ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. ബ്രെയിൻ വളർച്ചയ്ക്കൊക്കെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ നമുക്ക് വയറ് സംബന്ധമായ അസുഖങ്ങളായിരിക്കും ഏറ്റവും കൂടുതൽ നമ്മൾ അനുഭവിക്കുന്നുള്ളത്. അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ വയർ ക്ലീൻ ചെയ്താൽ മാത്രമേ, വയർ ക്ലീൻ ആയാലേ നമ്മുടെ ശരീരവും ക്ലീൻ ആവുള്ളൂ, നമ്മളെ ശരീരത്തിലെ പ്രവർത്തനങ്ങളും കറക്റ്റ് ആവുള്ളൂ. അപ്പം നമ്മൾ അത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾക്കൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പം നമ്മളെ സ്കിന്നും നമ്മുടെ ശരീരവും ഒക്കെ ഒരുപോലെ നല്ല രീതിക്ക് ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം നമ്മളെ വയറിനെ ക്ലീൻ ചെയ്യണം, എന്നാൽ മാത്രമേ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിക്ക് ആവുള്ളൂ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്കിത് കൺസ്യൂം ചെയ്യാവുന്നതാണ്. മിനിമം നിങ്ങളൊരു 3 ബോട്ടിലെങ്കിലും നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കുക. കാരണം എന്നാൽ മാത്രമേ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നതായിരിക്കും. എന്നെ കോൺടാക്ട് ചെയ്യാൻ ഞാനിവിടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.